ഹലോ, വെൽക്കം ടു യോർസ് ട്രൂലി ശിൽപ ബാല. അപ്പോൾ ലാസ്റ്റ് വീഡിയോന് ശേഷം ഒരുപാട് പേര് അവരുടെ സ്നേഹം പല പല രീതിയിൽ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ അറിയിച്ചു. താങ്ക് യു സോ മച്ച്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ എൻ്റെ ലൈഫിലെ പുതിയ ടേൺസ് ആൻഡ് ട്വിസ്റ്റ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ ചെറിയ രീതിയിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അതിന് ഇത്രയും അധികം സ്നേഹം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് ആ വീഡിയോൻ്റെ ലാസ്റ്റ് ഒരു വാക്ക് പറഞ്ഞിരുന്നു, അടുത്ത വീഡിയോയിൽ ഞാൻ ഈ കാര്യവുമായി വരും എന്നുള്ളത്. വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ ഞാൻ വന്നിരിക്കുകയാണ്, അധികം വൈകാതെ തന്നെ. സോ വെൽക്കം ടു മൈ വാനിറ്റി ടൂർ. കാണിച്ചിട്ടെ, ഗെറ്റ് റെഡി ഫോർ ഇറ്റ്. റെഡി, 1, 2 and 3. ഞാൻ പലപ്പോഴും കുറച്ച് പിൻട്രസ്റ്റിൽ ഈ ഹോം ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഒക്കെ, വീടൊന്നും മാറാനുണ്ടാവില്ല, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്താനുണ്ടാവില്ല, എന്നാലും ഞാൻ എൻ്റെ സ്ഥിരം ഹോബിയാണ് ഇരുന്ന് നോക്കുക വീട്ടിൽ എന്തൊക്കെ സ്റ്റൈലായിട്ട്, എസ്പെഷ്യലി വെൻ യു ആർ എ ഗേൾ ആൻഡ് യു ലവ് ഡ്രസ്സിങ് അപ്പ് ആൻഡ് മേക്കപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറേ ഡിസൈൻസിലോട്ട് വളരെ എളുപ്പത്തിൽ നമ്മൾ മൈൻഡ് പോകും. പിന്നെ അങ്ങോട്ടോ ഇതൊന്നും നമുക്ക് നടക്കില്ല എന്നാണ് നമുക്ക് പിന്നീട് വരുന്ന ഒരു പെട്ടെന്നുള്ളൊരു ചോദ്യം. ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിലോട്ട് താമസം മാറിയതിന് ശേഷം എനിക്കുണ്ടായിരുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നീഡ് എന്ന് പറയുന്നത് അഫ്കോഴ്സ് നല്ലൊരു സ്പേസ് താമസിക്കാൻ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഹോം, ചെറുതാണെങ്കിലും നമ്മളുടെ ആയിട്ടുള്ളൊരു സ്വർഗ്ഗലോകം, അത് മതി എന്ന് വിചാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വലിയ വലിയ ഡ്രീംസിലോട്ട് ചെറിയ ചെറിയ രീതിയിലേക്ക് പോകാനുള്ള ചെറിയ സ്റ്റെപ്സ് നമ്മൾ എടുക്കാൻ തുടങ്ങും. അതുപോലത്തെ ഒരു ചെറിയ സ്റ്റെപ്പ് ഞാൻ ഈ പുതിയ വീട്ടിൽ ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചു. വീഡിയോയിലല്ല, വീട്ടിൽ. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ഫസ്റ്റ് വാസ് ഒരു വാനിറ്റി കോർണർ. പ്രത്യേകിച്ചും എനിക്ക് മേക്കപ്പ് എൻ്റെ ജോലിയുടെ ഒരു ഭാഗം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇഷ്ടം പോലെ നമുക്കിപ്പോൾ കൊളാബ്സ് ആയിട്ട് കിട്ടുന്നതായിക്കോട്ടെ, നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതായിക്കോട്ടെ, നമുക്ക് ഷോസ് വരുമ്പം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ വന്നിട്ട് അവർക്കും കൂടെ നമ്മളുടെ സ്വന്തം പ്രോഡക്റ്റ്സ് എടുത്ത് കൊടുക്കുമ്പം നമ്മുടെ വീട്ടിനകത്തുള്ള ഒരു കോർണർ എപ്പോഴും നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം മുമ്പ് എനിക്കുണ്ടായിരുന്ന വീട്ടിൽ ഒരുപാട് ഡ്രോവേഴ്സിലെല്ലാം അങ്ങോട്ട് ഇട്ട് വെച്ചു എന്നല്ല, അതൊരു ഓർഗനൈസിങ് ഒരു സാധനം ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് തിങ് ഐ വാണ്ടഡ്. അപ്പോൾ ബിഫോർ ഐ വെൻറ്റ് ടു പർച്ചേസ് എനിത്തിങ്, ഞാനായിട്ട് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വാനിറ്റി കസ്റ്റമൈസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. ആൻഡ് നമ്മളൊക്കെ സാധാരണ രീതിയിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഐക്യയിൽ പോയാലോ, പക്ഷെ നമ്മൾ കേരളത്തിൽ അതില്ല. പിന്നെയുള്ള നെക്സ്റ്റ് കാര്യം കസ്റ്റമൈസ് ചെയ്യാം. പക്ഷെ കസ്റ്റമൈസ് ചെയ്യുമ്പോൾ അവർ റൈറ്റ് സോഴ്സ് ആണോ എന്ന് നമുക്കറിയില്ല. അവർ ചിലപ്പോൾ കുറച്ച് ഫോട്ടോസ് കാണിക്കും, അത് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത അവസാനം നമ്മൾ ഉദ്ദേശിച്ച കാര്യം വരത്തുമില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ പല സിറ്റുവേഷൻസ് ഞാൻ പോലും ഫേസ് ചെയ്തിട്ടുണ്ട്. കൊച്ചിയിൽ വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് തിങ് ഇസ് ഐ ജസ്റ്റ് റാൻ ടു ഹെവൻസ് ഇൻറ്റീരിയേഴ്സ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജേഷ് മൾട്ടി ടാലൻറ്റഡ് ആട്ടോ, ഞാൻ വെറുതെ പറയില്ല. ആളുടെ ഐഡിയാസ് വേറെ രീതിയിലാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു, എനിക്ക് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കണം എന്നുണ്ട്, സോ വാട്ട് സേ. Immediately he was like, okay, come on, let's do it. What kind of option do you want? എന്ന് പറഞ്ഞതും I knew that he knew what I was trying to say. അതായത് നമ്മൾ പറയുന്ന ഒരു കാര്യം എക്സാക്ട് രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് റെയർ ആട്ടോ. ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആരായാലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് കിട്ടണമെങ്കിൽ യു ഹാവ് ടു ഹിറ്റ് ദ റൈറ്റ് സ്പോട്ട്. അപ്പോൾ ആ റൈറ്റ് സ്പോട്ടിൽ തന്നെ എൻ്റെ ലക്ക് എന്നെ ഫേവർ ചെയ്തു. ആൻഡ് ശരിക്കും പറഞ്ഞാൽ കോട്ടയംകാർക്കൊക്കെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. ഞാൻ കോട്ടയംകാരെ ആലോചിച്ചിട്ട് ഇപ്പോൾ കുറച്ചൊന്നും നിങ്ങൾക്കപ്പോൾ ഇനി ദൂരെ എവിടെയും പോകണ്ടല്ലോ, നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ നല്ലൊരു കിടിലൻ ഇൻറ്റീരിയർ സെറ്റപ്പ് എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. ബിക്കോസ് രാജേഷ് എനിക്ക് കോട്ടയത്തെ മണർക്കാടിലുള്ള ഈ ഇൻറ്റീരിയർ ഡിസൈൻ എക്സ്പീരിയൻസ്, ഹെവൻസ് ഇൻറ്റീരിയർ ഡിസൈൻ, ഇറ്റ്സ് ലൈക്ക് എൻ എക്സ്പീരിയൻസ് സെൻറ്റർ. അപ്പോൾ അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കഴിക്കാനകത്തൊക്കെ കയറിയ പോലെ തന്നെയാണ്. ഒന്നും വേണ്ട, റൂം എങ്ങനെ സെറ്റ് ചെയ്യണം, ഒരു ബെഡ്റൂം എങ്ങനെയാണ്, ഒരു ബാത്റൂം എങ്ങനെയാണ്, ഒരു വാനിറ്റി എങ്ങനെയാണ്, ഒരു ഹാൾ എങ്ങനെയാണ്, ഡ്രോയിങ് റൂം, ഓഫീസ് റൂം, എല്ലാത്തിൻ്റെയും സാമ്പിൾസ് നമുക്ക് അവിടെ കാണാൻ കിട്ടും കേട്ടോ. അതേ കാര്യം അതേപോലെ നമുക്ക് ചെയ്ത് കിട്ടും. പക്ഷെ നിങ്ങൾ വറി ചെയ്യണ്ട, നിങ്ങൾ വേറെ എവിടെയെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല, രാജേഷിനെ വിളിച്ചാൽ മതി, ഒരു കോൾ മതി, ഇന്ന സാധനം വേണം എന്ന് പറഞ്ഞ് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി, ഏറ്റവും ടോപ്പ് സാധനം തന്നെ നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഒരു പ്രൂഫായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ആൻഡ് ദിസ് ഇസ് ദ പ്രൂഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാജേഷിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ മേക്കപ്പ് വീഡിയോസ് ആണെങ്കിലും ഒക്കെ ഞാൻ മുമ്പ് എന്താ ചെയ്യുക, എൻ്റെ ടേബിളിൽ എൻ്റെ സാധനങ്ങളൊക്കെ വെക്കും, അവിടെ റിംഗ് ലൈറ്റ് വെക്കും, ക്യാമറ വെക്കും, ഷൂട്ട് ചെയ്യും. അപ്പോൾ സാധനങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്ന് വീഴും, അത് ഇത് നമ്മൾ കുറേ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും.
ഞാൻ പറഞ്ഞു എനിക്ക് നല്ല കംഫർട്ട് സെറ്റപ്പിൽ എൻ്റെ ആൾക്കാരോട് എനിക്ക് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഡിസ്റ്റർബൻസ് ഒന്നും പാടില്ല. എനിക്ക് നിങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സാധനങ്ങൾ കണ്ണടച്ചുകൊണ്ട് എടുക്കാൻ പറ്റണം. ആ കണ്ണടച്ചുകൊണ്ട് എടുക്കാൻ പറ്റണമെങ്കിൽ അതേ സ്ഥാനം അതേ സ്ഥലത്ത് ഉണ്ടാവണം. അതുകൊണ്ട് ഓർഗനൈസിങ്, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ വാനിറ്റി കിറ്റിൽ മെയിൻ സംഭവം ഓർഗനൈസേഷൻ ആണ്, എസ്പെഷ്യലി കമ്പാർട്ട്മെന്റ്സ്. വേറൊരു ആവശ്യം എനിക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുക, ഒരു ഡ്രോവർ തൊക്കെ അയ്യോ എൻ്റെ കൊമ്പ് എവിടെ വെച്ചു, എൻ്റെ ലിപ്സ്റ്റിക് എവിടെ, എൻ്റെ ഇത് എവിടെ എന്നിട്ട് നമ്മൾ തപ്പി അവസാനം അത് അതിൻ്റെ അടിയിൽ പോണത് പോലും നമ്മൾ കാണില്ല. അതുകൊണ്ട് അത് ഇങ്ങനെ ഈ എന്താ പറയുക നേക്കഡായി വെച്ച് നമുക്ക് കാണാൻ പറ്റണം. ഇതിവിടെയുണ്ട്, ഇതുണ്ട്. അതിനു വേണ്ടി മാത്രം ഒരു ഗ്ലാസ് സർഫേസ് വേണം, ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് സർഫേസ്. ആൻഡ് ഓക്കെ, അത് നമ്മൾ ചെയ്യാനുണ്ടല്ലോ, അങ്ങനെയായിരുന്നു റെസ്പോൺസ്. അല്ലാണ്ട് അയ്യോ അത് ഇങ്ങനെ എന്നൊരു കാര്യമേ ഇല്ല. ഞാൻ വേണമെങ്കിൽ ചന്ദ്രനിൽ പോയി അത് ചെയ്തിട്ട് വാന്ന് പറഞ്ഞാലും രാജേഷിന് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. ട്രസ്റ്റ് മീ ഗൈസ്. സോ സ്റ്റോറീസ് ബൈ ഹെവൻസ് ആണ് രാജേഷിന്റെ പേര് ഇൻസ്റ്റാഗ്രാമിൽ. അതുപോലെ തന്നെ ഹെവൻസ് ഇന്റീരിയേഴ്സ് ആണ് നമ്മുടെ എക്സ്പീരിയൻസ് സെന്ററിന് ഒരു ചെറിയൊരു ഗ്ലിംസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഈ പേജസ് ചെക്ക് ചെയ്യുക. ആൻഡ് യു കെൻ ട്രസ്റ്റ് മീ വിത്ത് മൈ വേർഡ്സ്. He made my dream come true. So ഡിസ്ക്രിപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് ആ പേജും നിങ്ങൾക്ക് റെഫറൻസിന് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. സോ കം ഓൺ, ഗെറ്റ് എ ക്ലോസർ ലുക്ക് ഓഫ് മൈ ബ്യൂട്ടിഫുൾ കോർണർ. കം ഓൺ. അപ്പോൾ ആദ്യം ഐശ്വര്യമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ തുറന്നൊന്നും കാണിക്കണം, മേലിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗ്ലിംസ് കിട്ടും. ഓക്കെ, സോ ഇത് ഇത്രയും കമ്പാർട്ട്മെൻറ്റ്സ് വേണം എന്നുള്ളത് എൻ്റെ ഒരു ആവശ്യം തന്നെയായിരുന്നു. കാരണം നമ്മൾ ഓരോ പ്രോഡക്ട്സും സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കുമ്പം ഇറ്റ് മേക്സ് ഇറ്റ് ഈസിയർ. ഇപ്പം നമുക്കിപ്പോൾ ഈ ഒരു സെക്ഷൻ ഐ ഷാഡോസ്, അങ്ങനത്തെ കുറച്ച് ഐ ബ്ലഷസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഞാൻ വെക്കുന്ന ഒരു സെക്ഷനാണ്. അതുകൂടാതെ ഇവിടെയും ഞാൻ കുറച്ച് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഐ ഷാഡോസ് അത് മാത്രമാണ് ഞാൻ ഈ മേലെ വെച്ചിട്ടുള്ളത് കേട്ടോ. കാരണം അതല്ലാണ്ട് നമ്മൾ വല്ലപ്പോഴും വലിയ ഈവൻസിന് ഗ്രാൻഡ് മേക്കപ്പ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അടിയിലത്തെ സ്റ്റോറേജിലാണ് വെച്ചിട്ടുള്ളത്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഐ ഷാഡോസ് ആണ് ഈ 3 കമ്പാർട്ട്മെന്റ്സിലും ഞാൻ വെച്ചിട്ടുള്ളത്. ചിലതൊക്കെ ലോങ് ആയിരിക്കാം, അപ്പോൾ അതുകൊണ്ട് തന്നെ രാജേഷ് എനിക്ക് ലോങ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ്സ് ചെയ്തു തന്നു. പിന്നെ അതുപോലെ സ്ക്വയർ ടൈപ്സിൽ വരുന്നത് നമുക്ക് ഈസിലി ഇതിനകത്തോട്ട് ഇടാം. പിന്നെ വരുന്ന ഈ ചെറിയ ചെറിയ സ്ക്വയറിനകത്ത് ഞാൻ എൻ്റെ കോമ്പാക്ട് പൗഡേഴ്സ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ബ്രാൻഡും ഓരോ ഇതിനകത്ത് വെച്ചിട്ട് ഞാൻ ആദ്യമൊക്കെ കുറച്ച് ആവേശത്തിൽ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ നമ്മളത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ അത് ഇതൊക്കെ ആവും. പക്ഷെ എന്ത് വന്നാലും അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇറ്റ് വുഡൻറ്റ് ലുക്ക് മെസ്ഡ് അപ്പ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് ഫാൾസ് ഇൻ ടു ദ റൈറ്റ് ബോക്സ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇനി എങ്ങനെ നമ്മളത് മാനേജ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടിയാലും ദിസ് വിൽ ഓൾവേസ് ലുക്ക് ദിസ് ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലാസി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫസ്റ്റ് ഡ്രോവറിൽ പിന്നെ ഇങ്ങനത്തെ ഫിംഗർ റിങ്സിൻ്റെ ഒരു ഭ്രാന്ത് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെക്ഷൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ചിലതൊക്കെ ഗോൾഡ് പ്ലേറ്റഡും ചിലത് സിൽവറും ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോക്സിനകത്ത് വെച്ചിട്ട് അതിൻ്റെ കളറ് പോകണ്ടെന്ന് വെച്ചിട്ട് അങ്ങനത്തെ എക്സ്ക്ലൂസീവ് റിങ്സ് മാത്രം ഞാൻ ഈ സെക്ഷനിലോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചെറിയൊരു കോർണറിൽ ഞാൻ കുറച്ചൊരു പ്രീമിയം ജ്വല്ലറി മാത്രം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. സോ ദാറ്റ് ഫെയ്ഡ് ആവാതിരിക്കാൻ. നമ്മൾ ഈ ബോക്സസിനകത്തൊക്കെ വെക്കുന്ന മാതിരി ഇത് ലെതർ ഫിനിഷിംഗ് കൂടെ ആയതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ഓൾവേസ് ലുക്ക് ലൈക്ക് ഇറ്റ്സ് ബ്രാൻഡ് ന്യൂ. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇവിടെ ഞാൻ എൻ്റെ സ്പഞ്ചസ്, മേക്കപ്പ് ഫിക്സസ് അങ്ങനത്തെയൊക്കെയുള്ള കോർണറിൽ ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സെക്കൻഡ് ഡ്രോവറിൽ ഇതൊക്കെ എൻ്റെ ക്രീംസിൻ്റെ ഡ്രോവറാണ്. മോയ്സ്ചറൈസേഴ്സ്, പിന്നെ ഹെയർ ക്രീംസ്, ഫേസ് പ്രൈമേഴ്സ്, ബോഡി ലോഷൻസ് അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സെക്ഷനാണിത്. അപ്പം ഇതിനകത്ത് എൻ്റെ ഡെർമവൈവ് എൻ്റെ ഫേവറേറ്റ് ആണ്. വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. സോ ഡെർമവൈവിൻ്റെ ഹൈഡ്രാ ക്ലെൻസറും അതുപോലെ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനും, ഇത് രണ്ടും ഇതിൻ്റെ പാക്കേജിങ് ഒക്കെ ഇപ്പം കുറച്ചും കൂടി അടിപൊളിയായി. അപ്പോൾ ഇത് ഓഫ്കോഴ്സ് ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന പാർട്ട് ഓഫ് മൈ ലൈഫാണ്. സോ ഹൈഡ്രാ ക്ലെൻസർ ഡെയിലി ഇറ്റ്സ് എ വെരി സോപ്പ് ഫ്രീ pH ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്, ഒരു ക്ലെൻസറാണ്. നമുക്കിപ്പോൾ ഓയിലും പൊല്യൂഷനും ഒക്കെ ഉള്ള സമയത്ത് നമ്മുടെ ഈ ഒരു ഓട്ട് മീൽ എന്ന് പറയുന്ന കോണ്ടൻറ്റ് നമ്മളെ ഡ്രൈ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. ടു പുൾ ഔട്ട് ഓൾ ദി ഓയിൽ ആൻഡ് മേക്ക് ഇറ്റ് വെരി സോഫ്റ്റ്, സപ്പിൾ ആൻഡ് ഓൾവേസ് ഫീൽ ഹൈഡ്രേറ്റഡ്. ആൻഡ് ശരിക്കും പറഞ്ഞാൽ അത് ലൈറ്റ് വെയ്റ്റ് ആണ്. വെരി സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ഒക്കെ
നല്ലതാണ്. നമ്മൾ ഈ ഓട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫേസ് മാസ്ക് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യില്ലേ, അപ്പോൾ അതിനധികം സമയം കളയണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓട്ട് മീൽ കോണ്ടന്റ് ഉള്ള നാച്ചുറൽ കൊളോഡിയൽ ഡെർമവൈവ് ഹൈഡ്രാ ക്ലെൻസർ യൂസ് ചെയ്താൽ ഇറ്റ്സ് കൺ ബി റിയലി ഗുഡ്. സോ ദിസ് ഹെൽപ്സ് ടു സ്റ്റാർട്ട് മൈ ഡേ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്ത് അങ്ങോട്ട് തുടങ്ങും. പിന്നെ അത് മോയ്സ്ചറൈസിങ് ലോഷൻ വിത്ത് വിറ്റമിൻ ഇ. ഇതും you have seen these packages in my earlier videos. maybe 2 വർഷം മുന്നേയുള്ള വീഡിയോസ് വരെ എടുത്ത് നോക്കിയാൽ ഞാനിത് യൂസ് ചെയ്യുന്ന കാണാം. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും അതിൻ്റെ ഒരു ടെക്സ്ചർ കംപ്ലീറ്റ്ലി നമ്മുടെ സ്കിന്നിനെ ഈക്വലി എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിട്ടും. സോ ഇറ്റ്സ് എ വെരി വെരി നൈസ് പ്രോഡക്റ്റ് വിച്ച് ഐ റെക്കമെൻഡ് യു ഗൈസ് ടു യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം ആമസോൺ, നൈക്ക, ഐബീരിയ സ്കിൻ ബ്രാൻഡ്സ് ഓൺ ന്യൂട്രിഡം വെബ്സൈറ്റിൽ. ഓൾറൈറ്റ്, അപ്പം ബാക്കി ഉള്ളതൊക്കെ എൻ്റെ യൂഷ്വൽ എന്താ പറയുക മോയ്സ്ചറൈസേഴ്സും ലോഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ 2 പ്രോഡക്റ്റ്സ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ലിങ്കിലേക്ക് പോവാം. അതിൽ ഡയറക്റ്റ്ലി ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ഡു ലെറ്റ് മീ നോ ഹൗ ഇറ്റ് വർക്ക്സ് ഫോർ യു. പിന്നെ നെക്സ്റ്റ് ഡ്രോറിൽ ഞാൻ വെച്ചേക്കുന്നത് എൻ്റെ ബാക്കി വരുന്ന ജ്വല്ലറീസ് ആണ്. ഇപ്പം ഒരുപാട് ഹെവി ആയിട്ടുള്ള ജ്വല്ലറി കളക്ഷനൊക്കെ ഉണ്ട് എനിക്ക് ഈ ഡാൻസിനും അതല്ലാണ്ട് ഈ കുറച്ച് വലിയ ഈവൻസിനൊക്കെ ഇടുന്നത്. അപ്പം അതൊക്കെ ഞാൻ ഇവിടെ മേലെ വെക്കുന്നില്ല, ബിക്കോസ് അത് അത്രയും ടോളറേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഈ ബോക്സിൽ ഡാൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ജുംകാസ് ഇങ്ങനത്തെ ഒക്കെ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വേറെ കുറച്ച് എക്സ്ട്രാ വാച്ച്, പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ലിപ്സ്റ്റിക്സ് ആണ്. ഇവിടെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്, പക്ഷേ അവിടെ എല്ലാം കൂടെ സർവൈവ് ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് വേറൊരു കാര്യം കൂടി ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓക്കെ ക്യാൻ യു ഷോ മീ യുവർ ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഒക്കെ കാണിക്കുമെന്നൊക്കെ ഒരുപാട് പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾക്കൊരു ഗിവ് അവേ ചെയ്താലോ. സി I'm not someone who's going to spend so much on new products and give away. അങ്ങനത്തെ ഒരു ഇതെല്ലാം ഞാൻ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് ആക്ച്വലി പേഴ്സണലി ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, ചേച്ചി യൂസ് ചെയ്ത മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടോ, അതൊന്ന് തരാമോ, ചേച്ചിക്ക് ആവശ്യമില്ലാത്ത എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം മേക്കപ്പ് പ്രോഡക്ട്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈഫ് സ്പാൻ കുറവാണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ ഉപകാരപ്പെടുമെങ്കിൽ വൈ നോട്ട്, ഐ ആം ആക്ച്വലി റെഡി ഫോർ ഇറ്റ്. പക്ഷെ എത്ര പേര് അതിന് റെഡിയാണെന്ന് എനിക്കല്ല, ബിക്കോസ് ലിപ്സ്റ്റിക് ഒക്കെ ഞാൻ മേ ബി 1 or 2 യൂസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പിന്നീട് ആ ഷെയ്ഡ് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ അവിടെ സേഫായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട ഒരു ഷെയ്ഡാണ് എന്നൊക്കെ തോന്നുവാണെങ്കിൽ ഐ എം റെഡി ടു ഗിവ് അവേ, നോട്ട് ജസ്റ്റ് ലിപ്സ്റ്റിക്സ്, മേ ബി some foundations and some blushes or eye products. You let me know. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് നിങ്ങൾ കാണിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 10 comments ആ ഒരു ആവശ്യം ചോദിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനൊരു മേക്കപ്പ് ഗിവ് അവേ വിത്ത് മൈ ഓൺ പ്രോഡക്ട്സ് വിച്ച് ഇസ് ട്രൈഡ്, ടെസ്റ്റഡ് ആൻഡ് ലവ്ഡ് ബൈ മീ, ആ ബ്രാൻഡ്സ് ആയിരിക്കും. സോ അത് നടത്തണമെങ്കിൽ ഒരു വിന്നർ നമുക്ക് തിരഞ്ഞെടുക്കാം, പക്ഷേ നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് മാത്രം. ഓക്കെ, ഇനി ലാസ്റ്റ് ഡ്രോവേഴ്സിൽ വന്നേക്കുന്നത് വീണ്ടും കുറച്ച് പ്രീമിയം ജ്വല്ലറിയാണ്. ഇതൊക്കെ ഞാൻ ഈ ബോക്സിനകത്ത് വെച്ചേക്കുന്നത് അത് ഉടഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പം അത് കുറച്ചും കൂടി കളറൊക്കെ പോണ സിൽവർ ജ്വല്ലറി ഒക്കെ ആയിരിക്കാം. സോ ഇവിടെ കുറേ ഈ ജൈഗാൻറ്റിക് ഫിംഗർ റിങ്സ് ആണ്. അതൊന്നും വേറെ കേസിലൊന്നും ഫിറ്റ് ആവാത്തതുകൊണ്ട് ഞാനിവിടെ വെക്കുന്നില്ല. കുറേയൊക്കെ മൃദുവിൻ്റെ പ്യുവർ അല്ലോറുള്ള ജ്വല്ലറിയും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് എടുത്തതൊക്കെ. പിന്നെ ഇതിലും ഈ പറയുന്ന പോലെ ഡാൻസിൻ്റെ ഹെവി മെറ്റൽ ജ്വല്ലറിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബോക്സസ് ആണ്. ഇതിനകത്തും അതുപോലെ. മൂവിങ് ടു ദ നെക്സ്റ്റ്, ഇത് എൻ്റെ സെൻട്രൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ തുറക്കുന്ന സെഷനാണിത്, ബിക്കോസ് ഇറ്റ് ഹാസ് ഓൾ മൈ ഫേവറേറ്റ് ഐ പ്രോഡക്ട്സ്. അപ്പം ഇതിനകത്ത് മസ്കാരാസ് ആണ് മെയിൻലി, മസ്കാരാസ്, പിന്നെ ഐബ്രോ ആൻഡ് ഐ ലൈനർ, ജെൽ ലൈനർ, അങ്ങനത്തെ കുറേ സെക്ഷനൊക്കെ ഉള്ള സ്ഥലമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ഐ മേക്കപ്പ് റിമൂവർ, ഐ മേക്കപ്പിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു റിമൂവർ ഉണ്ട്. പിന്നെ ഇവിടെ എൻ്റെ മേക്കപ്പ് ക്ലെൻസേഴ്സ് വെച്ചിട്ടുണ്ട്. ഈ പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം. ഐ നോ യു ആർ ഓൾ ആസ്കിങ് ഫോർ മൈ ലണ്ടൻ ഷോപ്പിംഗ് ഹാൾ. ഞാൻ ലണ്ടനിൽ നിന്ന് വാങ്ങിച്ച മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഒരു ഹാൾ വീഡിയോ ഞാൻ ചെയ്യാം. അതിനകത്ത് ഞാൻ തന്നെ റിവ്യൂസിൽ കണ്ട് റിസർച്ച് ചെയ്ത് എൻ്റെ സ്കിന്നിന് പറ്റിയത് നോക്കിയിട്ട് പോയി വാങ്ങിച്ചതാണ്. ആൻഡ് സോ കണ്ടില്ലേ, ഞാനത് തൊട്ടിട്ട് പോലില്ല. 1-2 പ്രോഡക്ട്സ് എനിക്ക് ആവശ്യം വന്നിട്ടുണ്ട് തൊടാൻ, ബിക്കോസ് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരുമ്പോൾ മാത്രം ഞാനത് ഓപ്പൺ ചെയ്യാം. പക്ഷേ 2-3 പ്രാവശ്യം 2-3 പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത് വന്നിട്ടുണ്ട്. ബട്ട് ദാറ്റ് ഈസ് ഫോർ ദ ഫീഡ്ബാക്ക്. ആക്ച്വലി നിങ്ങളടുത്ത് പറയാമല്ലോ, റെക്കമെൻഡ് ചെയ്യാമല്ലോ. സോ ഇതിനകത്ത് പിന്നെ കുറച്ച് ഈ ഇങ്ങനത്തെ പ്രഷ്യസ് സ്റ്റോൺസിനകത്ത് ചെയ്ത കുറച്ച് ജ്വല്ലറി ഉണ്ട്. പിന്നെ ഇത് ഞാനൊരു ലുക്കിന് വേണ്ടി ഇവിടെ വെച്ചതാണ്, കാരണം ഇത് ബോക്സിനകത്ത് പോയാൽ ഇതിൻ്റെ ബെൽസ് ഒക്കെ കുടുങ്ങി ആകെ അലങ്കോലമാകും. സോ അതുകൊണ്ട് അത് വെച്ചു. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു
ചെറിയ സിൽവർ കോട്ടഡ് ആൻഡ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ജ്വല്ലറിയാണ്. പിന്നെ ഇത് പെർഫ്യൂം വെക്കുന്ന ഒരു ചെറിയ സെക്ഷൻ. പിന്നെ ഇവിടെ ഞാൻ ബ്ലഷസ് ആണ് വെച്ചിരിക്കുന്നത്, ലിക്വിഡ് ബ്ലഷസ്, പൗഡർ ബ്ലഷസ് ഒക്കെ. ഇവിടെയും ഇവിടെ ലിക്വിഡ് ബ്ലഷസ്, ഇവിടെ പൗഡർ ബ്ലഷസ്, അങ്ങനെയാണ് വെച്ചേക്കുന്നത്. പിന്നെ ഇതിൻ്റെ നടുവിലുള്ള ഈ ഏരിയയിൽ ഈ കമ്പാർട്ട്മെൻറ്റിലും കൂടെ എനിക്ക് കളറ് പോവാതെ സേഫായിട്ട് ലോക്കായിട്ട് എയർ ടൈറ്റായിട്ട് നിൽക്കുന്ന ഒരു കോർണർ വേണം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എനിക്ക് ചെയ്ത് തന്നതാണ് ഇതുപോലത്തെ ഒരു കമ്പാർട്ട്മെൻറ്റ്. സോ അഗൈൻ ലിറ്റിൽ ബിറ്റ് ഓഫ് നമ്മൾ സൂക്ഷിച്ച് വെക്കുന്ന പ്രഷ്യസ് കളക്ഷൻ, വാച്ചസും കുറച്ച് ബ്രേസ്ലെറ്റ്സും അങ്ങനെയൊക്കെ ആയിട്ടുള്ളത്. ബൈ ദ വേ ഈ ചെയർ നമുക്ക് ആമസോണിൽ കിട്ടും കേട്ടോ. അതും ഞാൻ രാജേഷിൻ്റെ അടുത്ത് ചോദിച്ചു, രാജേഷ് ഇങ്ങനെ പറ്റിയ ഒരു ചെയർ വേണം, എങ്ങനെയാണ്? അപ്പോൾ രാജേഷ് എനിക്ക് 2-3 പിക്ചേഴ്സ് അയച്ചു തന്നു, എന്ത് കൈൻഡ് ഓഫ് സ്റ്റൂൾ. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു ബാർ സ്റ്റൂൾ സെറ്റപ്പ്, ബട്ട് വിച്ച് ഓൾസോ ഗോസ് വെൽ വിത്ത് ദ വാനിറ്റി. ലൈക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ വാനിറ്റിക്ക് പെർഫെക്റ്റ് ആണ്, ഇതിൻ്റെ കൂടെ ഉണ്ടാക്കണം എന്നുള്ള പോലത്തെ ഒരു ഇത് ചെയർ വേണം എന്ന് പറഞ്ഞു. സോ ഹി സജസ്റ്റഡ് മീ ടു ഗോ ഫോർ വൈറ്റ്. ആക്ച്വലി വൈറ്റ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങളെ വീട്ടിൽ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ. എനിക്കതുകൊണ്ട് ഞാൻ ബ്ലാക്ക് എടുക്കേണ്ടി വന്നു. കാരണം ഈ ബ്ലാക്ക് എടുത്തിട്ട് തന്നെ 2-3 പ്രാവശ്യം കുറച്ച് ലിക്വിഡ് ആക്സിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ചായയുടെയും അതിൻ്റെ ഇതിൻ്റെ ഒക്കെ. സോ ബ്ലാക്ക് ഇസ് മോർ സേഫർ, സോ ഐ പിക്ക് ദാറ്റ്. യു ക്യാൻ ഓൾസോ ഗെറ്റ് ദാറ്റ് ഫ്രം ആമസോൺ ഓർ എനി വെബ്സൈറ്റ്. അപ്പം ഈ ഒരു ഫസ്റ്റ് കോർണറിലാണ് ഇതെൻ്റെ ഫേവററ്റ് കോർണറാണ്, കാരണം എൻ്റെ ഫേവററ്റ് കാര്യങ്ങളുള്ള സ്ഥലമാണ് ലിപ്സ്റ്റിക്സ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മനസ്സിൽ വിചാരിച്ചത് എൻ്റെ ഏറ്റവും ഫേവററ്റ് 5 ലിപ്സ്റ്റിക്ക് ഇങ്ങനെ നിരനിരയായി വെച്ചിട്ട് നല്ലൊരു കിഡിലൻ ലുക്ക് കൊടുക്കാൻ. പക്ഷേ ഏതാണ് ഏറ്റവും ഫേവററ്റ് എന്ന് നോക്കി വന്നപ്പോൾ ഒരു 30-35 എണ്ണം കിട്ടി. പിന്നെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഞാൻ അതുകൊണ്ട് അതൊക്കെ ഇവിടെ വെച്ചു. ബിക്കോസ് ഇതൊക്കെ ഡെയിലി ഞാൻ പല കളേഴ്സ് മാറ്റി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തിൻ്റെ ഫേവറേറ്റ് കുറച്ച് ലണ്ടൻ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സും ഉണ്ട്. നിങ്ങൾ ലണ്ടനിലിരിക്കുന്ന കുറച്ച് പേര് ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയാം യു ആർ ഓൾസോ വെയിറ്റിംഗ് ടു നോ, റൈറ്റ്? ബിക്കോസ് എനിക്ക് കുറച്ച് ടെക്സ്റ്റ് ഒക്കെ കിട്ടി, നിങ്ങൾ വെയിറ്റിംഗ് ആണ്, അതനുസരിച്ച് പോയി വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വിൽ ഡു ഇറ്റ്, ഓക്കെ. പിന്നെ ഇവിടെ അഗൈൻ പ്രഷ്യസ് 2 നെക്ക് പീസസ് കേട്ടോ. ഇത് ഞാൻ വേറെ ഏതെങ്കിലും കവറിലോ ബോക്സിലോ ഇട്ട് കഴിഞ്ഞാൽ അത് ഫെയ്ഡ് ആവും, കാരണം ഇത് പ്രഷ്യസ് സ്റ്റോൺസ് വെച്ച് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ വേറൊരു മെമ്മറി എന്താണെന്ന് വെച്ചാൽ, ഇത് ചിന്നുവിൻ്റെ പ്രീ വെഡിങ്ങിന് അവളുടെ ഗൗണിൻ്റെ കൂടെ ഇട്ടൊരു ജ്വൽ പീസാണ്. അപ്പോൾ ചിന്നു ഒരു ജ്വല്ലറി പേഴ്സൺ അല്ലാത്തതുകൊണ്ട് അവൾക്കിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് എടുത്താലും പുറത്തുനിന്ന് എവിടെന്നെങ്കിലും വാങ്ങിയാലും അവൾ അപ്പം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വെച്ചോളാൻ പറയും. ബിക്കോസ് ഷീ ഡസൻ യൂസ് ദം. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭയങ്കര ഒരു പ്രഷ്യസ് ആണ്, എൻ്റെ ചിന്നിക്കുട്ടിയുടെ സ്പെഷ്യൽ ഡേ ജ്വല്ലറിയാണ്. പിന്നെ ഇതൊക്കെ വീണ്ടും ചെറിയ ഇയർ സ്റ്റഡ്സും കുറച്ച് കളറ് പോവാതിരിക്കാനുള്ള സിൽവർ കുറച്ച് ജ്വല്ലറിയും. പിന്നെ ഇവിടെ വീണ്ടും ഒരു പെർഫ്യൂം കോർണർ ഉണ്ട്. ആക്ച്വലി ഈ പെർഫ്യൂമിൻ്റെ ഈ ഒരു ഇവിടെ ഇങ്ങനെ ഞാൻ വെച്ചത് വീണ്ടും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പെർഫ്യൂം ആയതുകൊണ്ടാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതങ്ങനെ ജിമ്മിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ അവിടെ ഇവിടെയും പോകുമ്പോഴല്ല, നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രീമിയം ഫേവറേറ്റ് പെർഫ്യൂംസ് മാത്രം ഞാൻ ഇവിടെ വെക്കും. അപ്പോൾ അത് തീരുമ്പോൾ അടുത്തത് പോയി എടുക്കും. ഇത് ലിപ് ബാംസിൻ്റെ മാത്രമായിട്ടുള്ളൊരു കോർണർ. ഇത് ഞാൻ വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏറ്റവും കൂടുതൽ ഈ നൈറ്റ് റൂട്ടീനൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ സമയം എടുക്കുക ലിപ് ബാം തപ്പിക്കൊണ്ടാണ്. സോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അത് വെച്ചു. ഇവിടെ അഗൈൻ എ പെർഫ്യൂം കോർണർ. പിന്നെ ദിസ് ഈസ് ഫോർ മൈ ഹെയർ, എൻ്റെ ഹെയർ റിലേറ്റഡും സൺസ്ക്രീനൊക്കെ വെക്കുന്ന ഒരു ഏരിയ. പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് പൗച്ചസ് വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ട്രാവൽ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ പെട്ടെന്ന് പാക്ക് ചെയ്തുകൊണ്ട് ഞാൻ അതങ്ങോട്ട് എടുത്തേക്ക് പോവും. പിന്നെ ഓഫ്കോഴ്സ് നിങ്ങൾ ലാസ്റ്റ് ടൈം HK വൈറ്റൽസിൻ്റെ എൻ്റെ കൊളാജിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് ഈസിലി രാവിലെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞാൻ അതും ഇവിടെ തന്നെ വെച്ചു. പിന്നെ ഹിയർ അഗൈൻ എനിക്ക് കുറച്ച് പൗച്ചസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമുക്ക് കുറച്ച് അധികം മേക്കപ്പ് ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനത്തെ പൗച്ചസിൽ ഇട്ടിട്ട് പോകുമ്പം ഇറ്റ് മേക്സ് ഇറ്റ് ഈസിയർ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കോമ്പും കാര്യങ്ങളൊക്കെ ഈ ഒരു ഓർഗനൈസറിൽ വെച്ചു. പിന്നെ എൻ്റെ ഷൂട്ടിൽ ഉപയോഗിക്കുന്ന ഫാന്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഏരിയാസിൽ വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ വേറൊരു പ്രഷ്യസ് കാര്യം ഉണ്ട് കേട്ടോ, ഈ ഒരു ഫോട്ടോ ഫ്രെയിം. ആക്ച്വലി എൻ്റെ ഒരു ഫോളോവർ ഗിഫ്റ്റ് ചെയ്തതാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ട്രാവൽ ചെയ്തപ്പോൾ ഇതിൻ്റെ ചില്ല് പൊട്ടിപ്പോയി. ചില്ല് പൊട്ടിയ ഫോട്ടോസ് വീട്ടിൽ വെക്കാൻ പാടില്ല എന്നെല്ലാവരും പറയും, പക്ഷേ ഇത് നമ്മൾ കളയാൻ തോന്നില്ല. ഞാൻ ചില്ല് മാറ്റിക്കോളാം, ഓക്കെ, നിങ്ങൾ ഇനി അത് പേടിക്കണ്ട. അപ്പോൾ ഞാനത് നെക്സ്റ്റ് ടൈം ചെയ്യാം. പിന്നെ ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോർണർ. ഇതെൻ്റെ ഒരു സാനിറ്ററി കോർണറാണ്. ഇവിടെയാണ് ഞാൻ എൻ്റെ ഡെയിലി സാനിറ്ററി കാര്യങ്ങളൊക്കെ വെക്കുന്നതും. പിന്നെ ഇവിടെ ക്ലെൻസർ,
വൈപ്സ്, പോക്കറ്റ് വൈപ്സ് എവിടെയെങ്കിലുമൊക്കെ പെട്ടെന്ന് പോകണമെങ്കിൽ. പിന്നെ നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യുന്നവർക്ക് ഗേൾസിന് മസ്റ്റായിട്ട് ക്യാരി ചെയ്യേണ്ട കാര്യം. പിന്നെ കുറച്ച് ഡ്രൈ ടിഷ്യൂസ്. പിന്നെ ടക്കി ടു കനോട്ട് ഡു വിത്തൗട്ട് ദിസ്. രാത്രി ഐ മാസ്ക് ഇടാതെ എൻ്റെ കുട്ടി ഉറങ്ങാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി അതിൻ്റെ ഒരു സ്റ്റോക്ക് 3-4 ഞാൻ എപ്പോഴും വെച്ചിട്ടുണ്ട്. സോ വാട്ട് മോർ ഡു യു നീഡ് അല്ലേ? അപ്പം മേക്കപ്പ് ബ്രഷസ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, മേക്കപ്പ് ബ്രഷ് ഹോൾഡർ. കാരണം മേക്കപ്പ് നമ്മൾ എപ്പോഴും ഒരു ബോക്സിനകത്തോ പൗച്ചിനകത്തോ വെക്കുമ്പം അതിൽ കൂടുതൽ പൊടി പിടിക്കാൻ ഭയങ്കര സാധ്യതയുണ്ട്. അതിൻ്റെ അടുത്തുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പൊടി തട്ടിയും അത് ഭയങ്കര സെൻസിറ്റീവായിട്ട് നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് മേക്കപ്പ് ബ്രഷസ്. നമ്മളെപ്പോഴും വാഷ് ചെയ്യണം. അതുപോലെ തന്നെ അത് ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ഹോൾഡറിനകത്ത് അത് വെച്ച് അങ്ങ് അടച്ച് വെക്കും. സോ ഇറ്റ്സ് ഓക്കെ. അത് ഇറ്റ്സ് ഓൾവേസ് ഈസിലി മാനേജ്ഡ് ആൻഡ് നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ അത് വെക്കാൻ പറ്റും. പിന്നെ ഒരു ടിഷ്യൂ ഹോൾഡർ, ഇതും ഒക്കെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. സോ അങ്ങനെ ദാറ്റ് ഈസ് മൈ വാനിറ്റി. ആൻഡ് എൻ്റെ വീട്ടിനകത്ത് ഇപ്പം എൻ്റെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ അപ്പുറത്തെ റൂമിൽ മൃദുവും ഭാവച്ചയും ഉണ്ട്. അവരെ ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്താക്കിയതാണ്, എനിക്ക് വീഡിയോ ഇടണം എല്ലാവരും ചോദിക്കണമെന്ന് പറഞ്ഞിട്ട്. സോ അവർക്കും ഈ പറയുന്ന പോലെ കയറി വന്നപ്പോൾ തന്നെ അവരുടെ ഒരു ഫേവറേറ്റ് കോർണറായി. അവർ ഈ ചെയർ അങ്ങ് വെച്ച് ഇരുന്ന് അങ്ങ് തുടങ്ങി എല്ലാം ട്രൈ ചെയ്യാനും. സോ ഐ നോ ഇറ്റ്സ് എവറി ഗേൾസ് ഫേവറേറ്റ് സ്പേസ് ഇൻ ദിയർ ഹൗസ് ഇഫ് ഇറ്റ്സ് ഡൺ വെൽ അല്ലേ? അപ്പോൾ ഇതിനകത്ത് ചെറിയ പാളിച്ചകൾ അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് സമാധാനം കിട്ടൂലായിരുന്നു. പക്ഷേ ബിയോണ്ട് മൈ എക്സ്പെക്റ്റേഷൻസ് ആണ് ഹെവൻസ് ഇൻറ്റീരിയർ ഡിസൈൻസ് ചെയ്തത്. സോ ചെക്ക് ഔട്ട് ദിയർ പേജ്. എൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ എന്ത് ആവശ്യങ്ങൾ, ഇത് മാത്രമല്ല കേട്ടോ, ഒരു വീട് എന്ന നിലയിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങൾ, എൻ്റെ കുറേ ഫ്രണ്ട്സ് ആർ ഓൾറെഡി വർക്കിംഗ് വിത്ത് രാജേഷ്. അപ്പം നിങ്ങളുടെ ബഡ്ജറ്റ് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ എനിക്കറിയാം നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഇത്രയും എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ, അതൊന്നും പറ്റില്ല. നത്തിങ് ലൈക്ക് ദാറ്റ്. ടെൽ ഹിം യുവർ ബഡ്ജറ്റ്. അവരുടെ അടുത്ത് ബഡ്ജറ്റ് പറയാം, ആവശ്യങ്ങൾ പറയാം, അതനുസരിച്ചിട്ട് തന്നെ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്കുള്ള സാധനം നിങ്ങൾക്ക് തരും. ഞാൻ വാക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടാതെ വീട്ടിൽ വേറെ ഒരു കോർണറും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം വിഷ്ണുവിൻ്റെ സ്റ്റഡി ടേബിൾ വേണം എന്ന് പറഞ്ഞു, ഒരു സ്റ്റഡി റൂം പോലെ. സോ അതൊക്കെ എൻ്റെ രീതിയിൽ തന്നെ രാജേഷ് അത് ആ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ ഒരു കാര്യമൊക്കെ സെറ്റ് ചെയ്ത് തന്നു. സോ നോ മാറ്റർ വാട്ട് ദ നീഡ് ഇസ്, നിങ്ങൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്ത് കാര്യമാണ് ഒരു വീട്ടിൻ്റെ ഏത് കോർണറിലേക്കുമാണ് യു നീഡ് ടു ബ്യൂട്ടിഫൈ യുവർ ഹൗസ്, യു കെൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ട്രസ്റ്റ് ദം. സോ ഐ ഹോപ്പ് യു ലൈക്ഡ് ദിസ് വാനിറ്റി ടൂർ വീഡിയോ. ഇനി അടുത്ത ഒരു വീഡിയോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ഈ അടുത്ത് പോയ ഒരു ഈവെൻറ്റിന് ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്, അത് ഞാൻ കാണിച്ചു തരാം. ഐ എം ഷുവർ യു വിൽ ലവ് ഇറ്റ്. ഇപ്പം പറയുന്നില്ല, അപ്പം കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. യോർസ് ട്രൂലി ശില്പ ബാല. അടുത്ത എപ്പിസോഡിൽ കാണാം. ലവ് യു.